ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു ജ്വല്ലറി മേക്കർ ആകും. പല ജ്വല്ലറി മേക്കേഴ്സിനും അവർ വീഡിയോസിൽ കുറെ ഡൗട്ടുകൾ മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിന്ന് എടുക്കുന്നതിനൊക്കെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ പലരും പറഞ്ഞു കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയുന്നു, ഞാനെന്ന് ചെയ്യുന്നു, അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. എല്ലാവരുള്ള കോമൺ ഡൗട്ടുകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം എനിക്കതുകൊണ്ട് മനസ്സ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. ഇപ്പോഴും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു തരാനായിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ജ്വല്ലറി മേക്കിങ്ങിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, എനിക്ക് അതിന് മുന്നിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബിഗിനേഴ്സിന് ഒരു ജ്വല്ലറി മേക്കിങ്ങിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോസ്, അതായത് എങ്ങനെ ഒരു മാല ഉണ്ടാക്കാം. ഇപ്പൊ ഞാൻ ജ്വല്ലറി മേക്കിംഗ് കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബിഗിനേഴ്സിന് വേണ്ടുന്ന കിറ്റുകൾ എന്താണ്, എങ്ങനെ ഒരു ബിഗിനറിന് മാല ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ ഞാൻ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ജ്വല്ലറി മേക്കിംഗ് സീരീസ് ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അതായത് ബിഗിനേഴ്സിന് ഫ്രം ദ ബേസ് തൊട്ട്, അതായത് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു ജ്വല്ലറി മേക്കർ ആവാം, അപ്പൊ അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, അതെങ്ങനെ ചെയ്യുന്നു, ഒരു മാല എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലെ ഒരു സീരീസ് വീഡിയോ ആയിട്ട് ചെയ്യാം എന്നൊരു പ്ലാൻ എൻ്റെ മനസ്സിൽ വന്നു. അപ്പം നിങ്ങൾക്കത് ഇഷ്ടമുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റൂ. സോ നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ അതൊരു കമന്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം മുതൽ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന്റെ ഒരു സീരീസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാലല്ലേ എനിക്കത് ചെയ്യാൻ പറ്റൂ. സോ ഞാൻ നിങ്ങളുടെ ഒരു കമന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ തൊട്ട് ഫ്രം ദ ബേസ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് കുറെ കമന്റ്സ് വന്നതിൽ നിന്ന് ഒരു കമന്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കമന്റ് ആണ്. അപ്പൊ ആ കമന്റ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് വന്നിട്ടുള്ള കമന്റ് എന്ന് പറയുന്നത്, ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ മാല പാക്ക് ചെയ്യുന്ന വീഡിയോ അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഞാൻ ചെയ്യുന്ന ഒരു മാല അതെങ്ങനെ നമ്മൾ നമ്മൾ പാക്ക് ചെയ്ത് അതെങ്ങനെ നമ്മൾ സെയിൽ ചെയ്യുന്നു, അപ്പൊ അതെങ്ങനെ നമ്മൾ പാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നേരെ ജ്വല്ലറി മേക്കിംഗ് വീഡിയോയിലോട്ട് പോവാം. പ്ലസ് അതിനെങ്ങനെയാണ് ഒരു മാല ചെയ്യുന്നത്, എങ്ങനെയാണ് ആ മാല പാക്ക് ചെയ്യുന്നത്, പാക്ക് ചെയ്യാൻ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് വെക്കുന്നത്, അത് ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് നമുക്കൊരു വീഡിയോ കണ്ടാലോ. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പെൻഡന്റ് എന്ന് പറയുന്നതാണ്ട് ഈ ഒരു ലക്ഷ്മി കോയിന്റെ പെൻഡന്റ് ആണ്. ഇത് വന്നിട്ട് പെർ പീസിന് എനിക്കായത് 14-16 രൂപയ്ക്കിടയ്ക്കായിരുന്നു. എനിക്ക് കറക്റ്റ് എക്സാക്ട് റേറ്റ് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു ലക്ഷ്മി കോയിൻ വെച്ചിട്ട് ഒത്തിരി ഓൾഡ് അല്ല എന്നാൽ ഭയങ്കര ട്രെൻഡിങ്, ഇപ്പം ലേറ്റസ്റ്റ് ട്രെൻഡിങ്ങും അല്ലാതെ ഇതിന് മിഡിലിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് മാലയാണ് ഞാനിന്നിപ്പോൾ ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് ഗോൾഡൻ ബീഡ്സും എടുത്തിട്ടുണ്ടായിരുന്നു, ഗിയർ ലോക്കും എടുത്തിട്ടുണ്ടായിരുന്നു, ഗിയർ വയറും എടുത്തിട്ടുണ്ടായിരുന്നു, ഫ്ലാറ്റ് നോസ് പ്ലെയറും എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തേക്ക് വേണ്ടുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ ആ ഒരു ലക്ഷ്മി കോയിൻ്റെ ആ ഒരു പെൻഡന്റ് പീസ് ഇടുന്നുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഓരോ ഗോൾഡൻ ബീഡ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസൈൻഡ് ഗോൾഡൻ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും ഗിയർ ലോക്ക് ആഡ് ചെയ്തിട്ട് ഗിയർ ലോക്ക് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത പീസ് പെൻഡന്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. സെയിം പ്രോസസ്സിംഗ് തന്നെ നമ്മുടെ ഗോൾഡൻ ബീഡ്സിന്റെ സെന്ററിലായിട്ട് നമ്മൾ ആ ഒരു പെൻഡന്റ് ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തതിന് ശേഷം ഗിയർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇതിൽ ടോട്ടൽ ഒരു 5 പീസ് വെച്ചിട്ടുള്ള ഒരു മാല ചെയ്യാനാണ് ഞാനിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കറക്റ്റ് നോക്കി തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് കഴുത്തിലിടുമ്പം അതിന്റെ ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മളത് സൂക്ഷിച്ച് തന്നെ ഇടണം. അതേപോലെ തന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കോമൺ ആയിട്ടുള്ളൊരു കമന്റ് ആയിരുന്നു ഈ ഗിയർ വയർ ഫെയ്ഡ് ആവുമോ എന്നുള്ളത്. അപ്പം ഞാൻ ഈ ഗിയർ വയറിന്റെ ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 2 ഇയറോളം ആവാൻ പോകുന്നു. 2 ഇയർ ആയിട്ടില്ല, 2 ഇയർ ആവാൻ പോകുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഇതുവരെയും ഈ 2 വർഷം ആവുന്നതിന്റെ ഇടയ്ക്ക് ഇതുവരെയും എന്റെ കയ്യിലിരുന്നിട്ടുള്ള ഒരു ഗിയർ വയർ പോലും, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മാലകളിൽ പോലും ഗിയർ വയറിന്റെ കളർ ഇതുവരെ ഫെയ്ഡ് ആയിട്ടില്ല. ഗോൾഡൻ ആണെങ്കിൽ ഗോൾഡൻ കളർ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈ മാലയൊക്കെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മാല യൂസ് ചെയ്യുന്നു, നമ്മൾ മാല ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ വൈബ്സ് ഉണ്ടല്ലോ, നല്ല വൈബ്സ് നോക്കി വൈബ്സ് എടുത്തിട്ട് അതിനകത്ത്
ഡ്രൈ ആക്കി, അതായത് നമ്മുടെ വിയർപ്പും കാര്യങ്ങളും ഒക്കെ അതിൽ തങ്ങി നിപ്പോണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഈ ഒരു വൈപ്സ് വെച്ചിട്ട് നല്ലതുപോലെ അത് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ഒടിച്ച് മടക്കി വെക്കാൻ പാടില്ല. അത് ഗിയർ വയറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറാണെങ്കിൽ പോലും നമ്മൾ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബെൻഡിങ് നമ്മുടെ മാലയിൽ അത് അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ തുടർന്നുള്ള വീഡിയോയിൽ മാല പാക്ക് ചെയ്യുന്നതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് മാല എങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാക്കി നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മാല കുറേ നാൾ നിങ്ങൾക്ക് പോവും. ഇത് അല്ലെങ്കിൽ തന്നെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും, ബട്ട് കുറച്ചും കൂടെ ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടി കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എടുത്ത് പറയാനുള്ളത് ആ ഒരു കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ മാലയുടെ ഒരു ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ലുക്കിലോട്ട് ദാണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാല. നമ്മൾ എപ്പോഴും ചെയ്യണ പോലുള്ള നോർമൽ പ്രോസസ്സിങ് തന്നെയാണ് ഈ മാലയിലും എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ദാണ്ടേ മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇഷ്ടമായാലും ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കണേ. അടുത്തതായിട്ട് ഈ മാല പാക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന പാക്കിംഗ് കവർ എന്ന് പറയുന്നത് ഇതേപോലെ 2 കവറാണ്. ഒന്ന് നമ്മുടെ നോർമൽ പാക്കിംഗ് കവറും മറ്റേന്ന് പറയുന്നത് സിപ്പ് ലോക്കർ ടൈപ്പ് പാക്കിംഗ്. ഇങ്ങനെയാണ് നമ്മൾ മാല വീട്ടിലാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്ത് വെക്കേണ്ടത്. ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗിയർ വയറിന് ഡാമേജുകളൊന്നും സംഭവിക്കത്തില്ല, നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ ഈ സിപ്പ് ലോക്കറിലിട്ടാണ് പാക്ക് ചെയ്യുന്നത് കേട്ടോ. പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു കാർഡ്, ഇതെൻ്റെ ലോഗോ ആണ്. ഇതുപോലൊരു കാർഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നിങ്ങൾ വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ChatGPT എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത്. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന എക്സാമ്പിളായിട്ട് ജ്വല്ലറി മേക്കിംഗ് ലോഗോ ഫോർ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താണ് അതിന് റിലേറ്റഡ് കുറച്ച് ഡീറ്റെയിൽസ് വരും. അപ്പം അതിൽ റിലേറ്റഡ് പേരുകൾ വരും. അപ്പം നമുക്ക് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട പേരുകൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ല നിങ്ങൾക്ക് എന്താണോ എക്സാക്ട് സാധനം വേണ്ടുന്നത് അത് പറഞ്ഞു കൊടുത്താൽ ഡയറക്റ്റ് അത് റിലേറ്റഡ് കാര്യങ്ങളും വരും. അപ്പോൾ എനിക്ക് ഇത്രയും ലിസ്റ്റ് പേര് കിട്ടിയതിൽ നിന്ന് ഞാനൊരു പേര് സെലക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ് മി എ ലോഗോ ഇമേജ് നെയിംഡ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പേരെന്ന് പറയുന്നത് സ്പാർക്കിൾ ആൻഡ് റൈസ് എന്നും പറഞ്ഞിട്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാനായിട്ടാണ്. അപ്പം അതിൻ്റെ ഇമേജാണ് ഞാൻ അവരോട് ചോദിച്ചത്. അപ്പം അവർ അതിൻ്റെ പ്രോസസ്സിങ് നടന്നിട്ട് എനിക്ക് അതിൻ്റെ ഒരു ഇമേജ് അവരെനിക്ക് തന്നു. അപ്പം എനിക്ക് കിട്ടിയ ഇമേജ് എന്ന് പറയുന്നത് ഇതായിരുന്നു. സോ ഞാനിപ്പം അത് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു കാർഡ് ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് എടുത്തിരിക്കുന്നത്. ആ ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് A3 ഡോക്യുമെൻ്റ് സൈസിലാണ് ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ A3 ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് പേപ്പർ കൊടുക്കുക. അപ്പോൾ A3 ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല കുറച്ച് ലോങ് സൈസിലുള്ള രീതിയിൽ നമുക്ക് കാർഡ് സെറ്റ് ചെയ്യാം. കുറേ കാർഡ്സ് അതിനകത്ത് ചെയ്യാനും പറ്റും A4 അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പം ഞാൻ അതിലേക്ക് എനിക്ക് വേണ്ടുന്ന ഇമേജ് ഏതാണോ ആ ഇമേജ് ഞാൻ അതിനകത്തോട്ട് കൊണ്ടുവന്ന് അപ്ലോഡ് കൊടുത്തതിന് ശേഷം എനിക്ക് വേണ്ടുന്ന സൈസ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ കാർഡ് കാണിച്ച ആ ഒരു സൈസിലേക്ക് ഞാൻ ഇതിൻ്റെ സൈസ് എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് വെച്ചിട്ട് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു പേപ്പർ ഫുള്ളാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ഒരു പേപ്പർ ഫുള്ള് നമുക്ക് ഇതേപോലെ കോപ്പി ചെയ്ത് നമുക്ക് ഈ ഒരു പേപ്പറിൽ ഫുള്ളാക്കി കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് ഈ ഒരു A4 ഷീറ്റിന് ഫുൾ എടുക്കുന്നതിന് 60 റുപ്പീസ് എങ്ങാണ്ടേ വരത്തുള്ളൂ. അപ്പം നിങ്ങളിത് കടയിൽ കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു കാർഡ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്കാവും. അപ്പം നിങ്ങൾക്കിത് സ്വന്തമായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആകെ പ്രിൻ്റ് എടുക്കുന്ന ആ ഒരു റേറ്റേ ആവത്തുള്ളൂ. കാരണം പ്രിൻ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ പേപ്പർ കുറച്ച് കട്ടിയുള്ള എനിക്ക് തോന്നുന്നു 300 GSM സൈസിലുള്ള പേജിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. എനിക്കിത് 60 റുപ്പീസാണ് വരുന്നത്. എന്നിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്ത് എനിക്ക് ചെയ്തതാണ് ഞാൻ ഈ ഒരു പേരിലുള്ള ലോഗോ. അപ്പം നമുക്ക് ഈ ഒരു പാക്കിലേക്ക് ഞാൻ ഈ ഒരു കാർഡും കൂടെ വെച്ചിട്ടാണ് പാക്ക് ചെയ്യാറുള്ളത് നോർമലി. അപ്പം ഇനി നമുക്കിതിനെ റാപ്പിംഗ് കവർ വെച്ചിട്ട് ഞാനിത് ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്യാറുണ്ട്. കാരണം നമുക്കിപ്പോൾ ദൂരോട്ടൊക്കെ പോകുമ്പം പോസ്റ്റിൽ പോകുന്നില്ലേ നമ്മുടെ സാധനം സേഫായിട്ട് എത്തിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ റാപ്പിംഗ് കവർ വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യുകയാണ്. ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങൾ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ കവർ ചെയ്യുക. എന്നിട്ട് ഇത് പാക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പാക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇത്രയും സ്റ്റേജാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഞാൻ എന്താ ചെയ്യും, പോസ്റ്റിൽ ചെന്നിട്ട് അവിടെ ഇതുപോലത്തെ പാക്കിംഗ് കവർ എടുത്തിട്ട് ആ പാക്കിംഗ് കവറിലാണ് ഞാൻ പാക്ക് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ? അതാണ്ട് എൻ്റെ കഴുത്തിലെ മാല കണ്ടോ നിങ്ങൾ? അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഈ ഒരു മാലയുടെ കൂടെ ഈ മാല കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. എങ്കിൽ പോലും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കില്ല, ലൈക്ക് ചെയ്യാൻ മറക്കില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.
എന്നെ കൊണ്ട് പറ്റുന്ന കമന്റുകളാണെങ്കിൽ ഞാൻ അതിനകത്ത് തന്നെ ആ കമന്റിന്റെ അണ്ടറിൽ തന്നെ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.